ത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ സോറോയെ കാണിക്കും. അവൻ ഇപ്പോഴും ആ ഒരു പൊരി വെയിലത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവൻ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് അവനും അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ആ ഒരു കള്ളിപ്പെണ്ണും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ഒക്കെ ചെയ്ത് കളിച്ചും ചിരിച്ചും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ചെറുപ്പം മുതലേ വളർന്നു വന്നത്. കട്ട് ചെയ്താ അവൻ അവനോട് തന്നെ പറയും, എനിക്കൊരിക്കലും ഇവിടെ കിടന്ന് മരിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് എനിക്ക് അവളെ കണ്ടെത്തണം. അവനിപ്പോ പതിയെ കണ്ണു തുറന്ന് മുൻപോട്ട് നോക്കും. അപ്പൊ ദാ നിൽക്കുന്നു നമ്മുടെ ലൂഫി പയ്യൻ. അത് കണ്ട് സോറോ, ഓ നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? നിന്റെ ഒരു വൃത്തികെട്ട ചിരി എന്റെ കെട്ടഴിഞ്ഞു വന്ന ആദ്യത്തെ അടി അത് നിനക്കായിരിക്കും. അതിന് ഹീറോ അവൻ കാഷ്വൽ ആയിട്ട് ചിരിക്കും. അവൻ പറയും, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒരു പൈററ്റ്സ് ടീമിനെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കെട്ടഴിച്ചു വിട്ട് നിന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ നീയും എന്റെ ടീമിൽ ചേരോ? അതിന് സോറ ടെൻഷനാവും. അവൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ആക്ച്വലി പൈററ്റ്സിനെ ഒട്ടും ഇഷ്ടമല്ല. ഞാനൊരു പൈററ്റ്സ് ഹണ്ടറാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ നിന്റെ ടീമിൽ ചേരും? അത് കേട്ട് ലോഫി പറയും, ആക്ച്വലി എല്ലാവരും നിന്നെ കാണുന്നത് ഒരു ബൗണ്ടി ഹണ്ടർ ആയിട്ടാണ്. നീ എന്റെ കൂടെ കൂടിയാലും കൂടിയില്ലെങ്കിലും ഈ ഒരു ചീത്തപ്പേര് അതൊരിക്കലും നിന്നെ വിട്ട് മാറില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇന്നു മുതൽ നീ എന്റെ ടീമിലെ ഒരു മെമ്പറാണ്. അത് കേട്ട് സോറോ അവൻ പല്ല് കടിക്കും. അതിന് ലോഫി പറയും, നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം ഞാൻ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ സ്ക്വാഡ് അതിപ്പോ കൊണ്ടുതരാന്ന് പറഞ്ഞ് അവനിപ്പോ മുൻപോട്ട് ഓടും. അതിന് സോറോ വിളിച്ചു പറയും, ഡാ വേണ്ട, അത് വലിയ അപകടമാണ്. അവരുടെ കയ്യിൽ പെട്ട നിന്റെ പൊടി പോലും ബാക്കിയുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചെക്കൻ ആള് പുലിയാണ്. അവനത് മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ട് ഉഷാറായിട്ട് ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മോർഗന്റെ ഒരു വലിയ ബിൽഡിംഗ് കാണിക്കും. അവിടെ എല്ലാവരും ചേർന്ന് ഇപ്പൊ മോർഗന്റെ വലിയൊരു പ്രതിമ അതവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പ ചെമ്പമുടിയൻ അവൻ വീണ്ടും വീണ്ടും അവന്റെ പപ്പയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, പപ്പ ഞാൻ ഒരുപാട് നേരമായി പറയുന്നു, എന്നെ ഒരുത്തൻ ഹോട്ടലിൽ വെച്ച് തല്ലി. പപ്പ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അതിന് മോർഗൻ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ചെമ്പന്തലേന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ അടി. മോർഗൻ പറയും, ഞാൻ ആരാണെന്നും എന്റെ വില എന്താണെന്നും നിനക്കറിയോ? നിന്റെ ബോഡിയില് ആരെങ്കിലും കൈവച്ച അവൻ അവിടെ വെച്ച് തന്നെ കൊന്നു തള്ളണം. അതിനവൻ പറയും, അടിക്കാൻ കാരണക്കാരി അത് വേറൊരുത്തിയാണ്. പക്ഷെ അവള് ചെറിയ പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. അത് കേട്ട് മോർഗൻ അവൻ ദേഷ്യപ്പെട്ടു പറയും, എത്രയും പെട്ടെന്ന് ആ കുഞ്ഞു പെണ്ണിനെ അവളെ കൊന്നു തള്ളണം. അത് കേട്ട് പേടിച്ച് മോർഗന്റെ മിലിറ്ററി ഫോഴ്സ് പറയും, അയ്യോ ഇല്ല ഇല്ല, അതൊരു ചെറിയ പെൺകുട്ടിയാണ്. അവളെ കൊല്ലാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ പറയുന്നത് ആരൊബേ ചെയ്തില്ലെങ്കിലും അവരെ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയും. ഉടനെ അവൻ ആ സ്ക്വാഡ് എടുത്ത് അവന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ വെട്ട്. ആള് പറയും, ഈ ടീമിന്റെ തന്നെ ഏറ്റവും വലിയ സുപ്പീരിയർ അത് ഞാനാണ്. എന്നെ അനുസരിക്കാത്തവരാരും ജീവനോട് കൂടെ ഇവിടെ ഉണ്ടാവില്ല. ആള് വീണ്ടും പറയും, ആദ്യം നിങ്ങള് ഈ ശില അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉറപ്പിക്കണം. അതിനുശേഷം ആ പെൺകുട്ടിയെ അവളെ കൊന്നു തള്ളണം. അത് കേട്ടുടനെ ഇപ്പൊ എല്ലാവരും ചേർന്ന് ആ ശില അത് വലിച്ചുയർത്താൻ തുടങ്ങും. അപ്പൊ അതേ സമയത്തായിരിക്കും നമ്മുടെ ചെക്കൻ അവൻ അവിടേക്ക് വരിക. അവൻ ചുറ്റും നോക്കും. അപ്പൊ ആ പരിസരത്തൊന്നും ഇപ്പൊ ആരെയും കാണാനുണ്ടാവില്ല. അപ്പൊ മുകളിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കും. ഇവിടെ മോർഗൻ അവന്റെ സോൾജിയേഴ്സിനെ പേടിപ്പിച്ച് വിറപ്പിച്ച് ആ ഒരു സ്റ്റാച്യു അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഉടനെ നമ്മുടെ ചെക്കൻ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണെ പിടിച്ച് വലിച്ച് മുകളിലേക്ക് എടുത്തു ചാടും. പക്ഷെ കുറച്ച് സ്പീഡ് അത് കൂടിപ്പോവും. അവൻ ഒരുപാട് ഉയരത്തില് ഇപ്പൊ തെറിച്ചു പോകുമ്പോ അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ചെക്കൻ അവന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ആ സ്റ്റാച്യൂലുള്ള ഒരു കയറിൽ കയറി പിടിക്കും. പക്ഷെ അപ്പോഴേക്കും അത്ര നേരം ആ കയർ ഹോൾഡ് ചെയ്ത് വെച്ച സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ മുഴുവനായിട്ടും ആ ഒരു ശില്പത്തിന്റെയും കയറിന്റെയും കൺട്രോൾ പോയി അത് താഴേക്ക് വീഴാൻ തുടങ്ങും. നോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കയറിൽ വലിച്ചു പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ശില അത് രണ്ടായി ഒടിഞ്ഞ് അതിന്റെ ഒരു ഭാഗം ഇപ്പൊ താഴേക്ക് പോവാൻ തുടങ്ങും. അത് കണ്ട് സോൾജേഴ്സ് അവര് ശ്വാസം മുറുക്കി പിടിച്ച് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കും. മോർഗൻ ആണെങ്കില് കലിപ്പ് കയറി എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ചെക്കൻ
അവനിപ്പോ ഹായ് ആയിട്ട് വന്ന് മോർഗനോട് വളരെ കാഷ്വൽ ആയിട്ട് ഒരു സോറി പറയും. അപ്പൊ കറക്റ്റ് സമയത്ത് ആ ഒരു പ്രതിമയുടെ പകുതി ഭാഗം അത് നിലത്ത് പോയി അങ്ങനെ പൊട്ടി തകരും. മോർഗന് കലി കയറി ആളുടെ സോൾജിയേഴ്സിനോട് വിളിച്ചു പറയും, അവനെ പിടിക്കേ, എനിക്ക് എന്റെ കൈകൊണ്ട് അവനെ തല്ലിക്കൊല്ലണം. അപ്പൊ ചെമ്പമുടിയൻ അവൻ ലൂഫിയെ കണ്ടു പറയും, ഇവനാണ് എന്നെ തല്ലിയത്, ഞാൻ പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. അത് പറയേണ്ട താമസം നമ്മുടെ ചെക്കൻ ഇപ്പൊ ചെമ്പനെയും പൊക്കിയെടുത്ത് അവിടുന്ന് താഴേക്ക് ചാടും. മോർഗൻ ഫുൾ കലിപ്പില് ആളുടെ എല്ലാ സോൾജിയേഴ്സിനോടും ലൂഫിയെ തൂക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയും. അപ്പൊ കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കള്ളിപ്പെണ്ണ്, അവളും ആരും കാണാതെ ഇപ്പൊ നൈസായിട്ട് സോറയെ രക്ഷിക്കാൻ മറ്റൊരു ഭാഗത്തൂടെ പിടിച്ച് ഇപ്പൊ സോറയുടെ തൊട്ടടുത്തേക്ക് വരും. എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ടായെന്ന് അവൾക്ക് മനസ്സിലാവും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ അവൻ ആ ചെമ്പനെ എടുത്തിട്ട് കൊടയാണ്. സത്യം പറയടാ, സോറയുടെ സ്ക്വാഡ് അതിപ്പോ എവിടെയുണ്ട്? അതിന് കണ്ണാടി പയ്യൻ അവൻ പേടിച്ചു വിറച്ചു പറയും, ഓൾറെഡി നമ്മൾ ആ റൂം കഴിഞ്ഞ് ഇപ്പൊ ഒരുപാട് ദൂരം മുൻപോട്ട് വന്നു. നമ്മുടെ ചെക്കൻ അവനെ തൂക്കിയെടുത്ത് തിരിച്ചോടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് മിലിറ്ററി ഫോഴ്സ് തോക്കൊക്കെ പിടിച്ച് അങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കും. ഹീറോ ചെമ്പമുടിയനെ വെച്ച് അവനെ കവർ ചെയ്ത് ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ അതേ സമയത്ത് ഇവിടെ കണ്ണാടി പയ്യൻ അവനിപ്പോ സോറോടെ കെട്ട് അതൊന്നൊന്നായിട്ട് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് സോറോ പറയും, വേണ്ട, ഇനിയും 10 ദിവസം മാത്രമേ എനിക്ക് ഈ ശിക്ഷ അത് ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞാ ഞാൻ ഫ്രീയാ. അതിന് കണ്ണാടി പയ്യൻ മണ്ടത്തരം പറയാതെ അവര് നാളെ തന്നെ നിന്നെ കൊല്ലാൻ പോവാണ്. അതറിഞ്ഞ് ലോഫിയാണ് ചെമ്പന്റെ മോന്തയ്ക്ക് ഒരു ഇടിയും കൊടുത്ത് നിന്നെ രക്ഷപ്പെടുത്താനുള്ള ഈ പ്ലാന് പോലും ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല എല്ലാ സോൾജിയേഴ്സും ഇപ്പൊ അവന്റെ പിന്നാലെയാണ്. കണ്ണാടി പയ്യൻ പറയും, നീ ഒരു പൈററ്റ് ആവണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ഇപ്പൊ ഉറപ്പായിട്ടും നീ ലോഫിയെ രക്ഷിക്കണം. എങ്കിലും മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ജീവനോടുകൂടെ പുറത്തെത്താൻ കഴിയൂ. അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും മെയിൻ ചീഫും അവന്റെ സോൾജിയേഴ്സും ഇപ്പൊ അവിടേക്ക് എത്തും. ചീഫ് പറയും, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. തെറ്റ് ചെയ്ത എല്ലാവരും എന്റെ മുൻപിൽ കിടന്ന് പെടഞ്ഞു മരിക്കും. കട്ട് ചെയ്ത ഹീറോ അവൻ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെമ്പന്റെ റൂമിലെത്തും. അപ്പൊ അവിടെ 3 സ്ക്വാഡ് കാണും. അതിലേതാണ് സോറയുടെ സ്ക്വാഡ് എന്ന് അവൻ ചോദിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ കണ്ണാടി പയ്യൻ അവൻ കരയുന്ന സൗണ്ട് കേൾക്കും. ഹീറോ പുറത്തേക്ക് നോക്കും. അപ്പൊ ഒരുപാട് മിലിറ്ററി ഫോഴ്സ് അവര് സോറയെയും നമ്മുടെ കണ്ണാടി പയ്യനെയും ഇപ്പൊ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. ഉടനെ ഹീറോ ആ 3 സ്ക്വാഡും എടുത്ത് ജനല് തകർത്ത് സോറയുടെ മുൻപിലേക്ക് ഇപ്പൊ എടുത്തു ചാടും. കറക്റ്റ് സമയത്ത് സോൾജേഴ്സ് ഷൂട്ട് ചെയ്യും. ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഹീറോയുടെ മേലെ ഇപ്പൊ തറച്ചു കയറും. അത് കണ്ട് കണ്ണാടി പയ്യൻ ലൂഫി എന്ന് പറഞ്ഞ് അലറിക്കാറും. പക്ഷെ ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഇപ്പൊ റബ്ബർ പോലെ അവന്റെ ബോഡിയിൽ തട്ടി ഡബിൾ സ്പീഡില് തിരികെ പോവും. ബുള്ളറ്റ് അറഞ്ചം പുറഞ്ചം കൊണ്ട് ചുറ്റും നിന്ന എല്ലാ സോൾജേഴ്സും ഇപ്പൊ ഫ്ലാറ്റ് ആവും. അത് കണ്ട് നമ്മുടെ ചെക്കൻ അവൻ ഹായ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ